അങ്ങനെ മൂന്നാമത്തെ ആഴ്ചയും ഷൂ എന്ന് പറയുന്ന പോലെ പോയി. തേർഡ് വീക്ക് അത്ര സുഖമുള്ള ഒരാഴ്ചയിലാണ്. തുടങ്ങിയത് തന്നെ ചോരക്കളിയിലായിരുന്നു. ഈ വീക്ക് കുറേ കല്യാണം, അതിലൊന്നാണിത്. കൂട്ടുകാരുടെ ചേച്ചിയുടെ കല്യാണം. നല്ല അടിപൊളി ഫുഡും പിന്നെ പണ്ടത്തെ കുറേ ഫ്രണ്ട്സിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും. അതായിരുന്നു അന്നത്തെ ദിവസത്തെ വിശേഷം. അന്ന് നൈറ്റ് തന്നെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്. സോ അതിനും പോയി. വീട്ടിലെത്തിയപ്പം ഓൾമോസ്റ്റ് ലേറ്റ് നൈറ്റ്. നെക്സ്റ്റ് ടൈം നൈറ്റ് വാസ്തുവിൻ്റെ തലേദിവസത്തെ പരിപാടിയായിരുന്നു. അതും കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം മോർണിംഗ് എഴുന്നേറ്റ് നേരെ റെഡിയായി അവരുടെ ഫോട്ടോഷൂട്ടും കാര്യത്തിനൊക്കെ ആയിട്ട്. അങ്ങനെ കല്യാണം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു. ബാക്ക് ടു മൈ നോർമൽ റൊട്ടീൻസ്. പിക്കുൻ്റെ അടുത്ത് വന്നു, അടുത്ത കല്യാണത്തിന് പോകാൻ ഇതാ വീണ്ടും ഇരിക്കും. എല്ലാ ദിവസവും കല്യാണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ശരിയാണ്. കുറച്ച് ഡെയിലി ആയിട്ട് എൻ്റെ ഹെൽത്ത് ഭയങ്കര ബോറായിരുന്നു. കല്യാണത്തിനൊക്കെ പോയത് അത് വെച്ചിട്ട് തന്നെയാണ്. സോ ഹോസ്പിറ്റലിൽ പോയിട്ട് വേണമായിരുന്നു നെക്സ്റ്റ് മാരേജിന് പോകാൻ വേണ്ടിയിട്ട്. ഈ പ്രാവശ്യം ലീവിന് വന്നത് കല്യാണം കൂടാനും ഫുഡ് കഴിക്കാനും വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. വീണ്ടും ഒരുങ്ങി നേരെ പോകുന്നത് വേറെ ഇങ്ങോട്ടുമല്ല, ഹോസ്പിറ്റലിലോട്ട് തന്നെ. എൻ്റെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചിരുന്നത് പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും നേരെ പള്ളിയിലോട്ട് വിട്ടു. കാരണം ഫ്രൈഡേ ആയിരുന്നു. ഈ വീട്ടിലെ കുഞ്ഞാരാ? നീ ഞാനാണോ അവനാണോ? നെക്സ്റ്റ് ടൈം വീണ്ടും അടുത്ത കല്യാണം. ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. പപ്പയുടെ കൂടെ എല്ലാത്തിനും അവനുണ്ടാവാറുണ്ട്. ഈവൻ പ്രാർത്ഥിക്കാൻ പോലും. വയ്യാത്തതുകൊണ്ട് ഞാൻ കിടന്നത് ലേറ്റായിട്ടാണെങ്കിലും രാവിലെ എന്നെ വിളിച്ച് നീപ്പിച്ചു. വേറെ ഒന്നുമല്ല, പള്ളിയിൽ പെരുന്നാളിന് കൂടിയത്. ദാസേട്ടൻ്റെ ഒരു പാട്ടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിക്കേനെ. നല്ല മഴയത്ത് കട്ടൻ കാപ്പിയും കുടിച്ച് വീണ്ടും കണ്ടിരുന്നു. നേരെ ഒരുങ്ങി റെഡിയായി. കുറച്ച് ഷോപ്പിങ്സും കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് പോയി തിരിച്ചു വന്നു. പിന്നെ വീണ്ടുമായിട്ടുള്ള ടൈം സ്പെൻഡിങ് ആയിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരാഴ്ച. പിന്നെ നൈറ്റ് തിരിച്ചു വരച്ചു, നേരെ പോയി കിടന്നു, ഫോണിൽ നോക്കിയിട്ട് കിടന്നു തുടങ്ങി.